ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് കാരണമാവുന്നുണ്ട്. അത് ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമുക്ക് വളരെയധികം കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇഞ്ചുറിയുടെ ഹീലിംഗിന്റെ ടൈമിന് വളരെയധികം കൂടുതൽ ഒരു സമയം എടുക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ്തി രാഹുൽ, വെൽഫൈ സ്പൈൻ ക്ലിനിക് ഓർത്തോപീഡിക് കൺസൾട്ടന്റ് ആണ്. പുകവലിയും നടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പുകയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസവസ്തുവാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു രാസവസ്തുവാണ്. ഈ ഒരു നിക്കോട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ബാക്കിലുള്ള മസിൽസ്, സ്പൈനിലുള്ള ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ക്, ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന പോഷകാംശത്തിൻ്റെയും ജലാംശത്തിൻ്റെയും അളവിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് കാലക്രമേണ ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നിക്കോട്ടിൻ എന്ന് പറയുന്ന രാസവസ്തു ശരീരത്തിൽ വരുന്ന ഒരു ഇഞ്ചുറിയുടെ ഹീലിംഗിൻ്റെ ടൈമിന് വളരെയധികം കൂടുതൽ ഒരു സമയം എടുക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്കിന് വരുന്ന അല്ലെങ്കിൽ നടുവിൻ്റെ ജോയിൻറ്റ്സിനൊക്കെ വരുന്ന എന്തെങ്കിലും ഒരു ഇഞ്ചുറി പെട്ടെന്ന് തന്നെ ഹീലാവില്ല. അതേപോലെ തന്നെ പുതിയ കോശങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പറ്റുകയുമില്ല. ഈ നിക്കോട്ടിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അത് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമുക്ക് വളരെയധികം കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ബാക്ക് പെയിൻ മാത്രമല്ല, ശരീരത്തിൽ വളരെയധികം ക്യാൻസർ പോലെയുള്ള അത്രയും മാരകമായിട്ടുള്ള പലതരത്തിലുള്ള കണ്ടീഷൻ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള ശീലമാണ് പുകവലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ പുകവലി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.